ഉണ്ടായ ഹെർബ് ഇൻഡ്യൂസ്ഡ് ലിവർ ടോക്സിസിറ്റി ഇഞ്ചുറി സംഭവിച്ച പേഷ്യൻസിന്റെ അളവെടുത്ത് നോക്കുക, എണ്ണങ്ങൾ നോക്കുക. അത് വർദ്ധിച്ചു വരികയാണ്. അത് എപ്പോഴത്തൊട്ടാണ് വർധനവ് തുടങ്ങിയത്? ഞാൻ എഴുതിത്തരാം. യൂട്യൂബിൽ ഈ ഇതുപോലുള്ള ആൾക്കാർ വന്ന് സംസാരിച്ച് ഇങ്ങനെ പ്രചരണം നടത്തിയതിന് ശേഷമാണ് ഈ ലിവർ ടോക്സിസിറ്റി. മുമ്പുണ്ടായിരുന്നത് ഈ ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ലിവർ ടോക്സിസിറ്റി മാത്രമാണ്. ഇപ്പൊ അത് മാത്രമല്ല. ഒപ്പം തന്നെ ശാസ്ത്രപ്രചാരകൻ തന്നെയായ മിഷൻ ഫോർ എത്തിക്സ് ആൻഡ് സയൻസ് ഇൻ ഹെൽത്ത് കെയറിന്റെ സെക്രട്ടറി കൂടിയായ ചന്ദ്രശേഖർ രമേശും ആയിരിക്കാം. പ്രമുഖ ശാസ്ത്രപ്രചാരകരായിട്ടുള്ള നിഷാദ് കൈപ്പള്ളിയാണ് എന്റെ അരികിൽ നിൽക്കുന്നത്. ഈ മറ്റേ പരിപാടിക്ക് യാതൊരു സ്റ്റാൻഡേർഡും ഇല്ല. ഈ വല്ലയിടത്തും വന്നിരുന്ന് എന്തെങ്കിലും വിളിച്ചു പറയും, അത് കേട്ടിട്ട് ആൾക്കാർ മരുന്ന് വാങ്ങിച്ച് കഴിക്കും. നിങ്ങൾ നിങ്ങളുടെ പരിസരത്തുള്ള മെഡിക്കൽ കോളേജുകളും അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രികളിലും ആയുർവേദ മരുന്ന് കഴിച്ചുണ്ടായ ലിവർ ടോക്സിസിറ്റി ഉണ്ടായ ഹെർബ് ഇൻഡ്യൂസ്ഡ് ലിവർ ടോക്സിസിറ്റി ഇഞ്ചുറി സംഭവിച്ച പേഷ്യൻസിന്റെ അളവെടുത്ത് നോക്കുക, എണ്ണങ്ങൾ നോക്കുക. അത് വർദ്ധിച്ചു വരികയാണ്. അത് എപ്പോഴത്തൊട്ടാണ് വർധനവ് തുടങ്ങിയത്? ഞാൻ എഴുതിത്തരാം. യൂട്യൂബിൽ ഈ ഇതുപോലുള്ള ആൾക്കാർ വന്ന് സംസാരിച്ച് ഇങ്ങനെ പ്രചരണം നടത്തിയതിന് ശേഷമാണ് ഈ ലിവർ ടോക്സിസിറ്റി. മുമ്പുണ്ടായിരുന്നത് ഈ ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ലിവർ ടോക്സിസിറ്റി മാത്രമാണ്. ഇപ്പൊ അത് മാത്രമല്ല. ഇപ്പൊ ഇതുപോലത്തെ ഈ ഉടായിപ്പ് സംഭവങ്ങൾ, ഇതുപോലുള്ള തട്ടിപ്പുകൾ, ഈ നാച്ചുറോപ്പതി, ആയുർവേദം, സിദ്ധ, ഇങ്ങനെയുള്ള ഈ തട്ടിപ്പുകാര് നടത്തുന്ന യാതൊരു തെളിവില്ലാത്ത ചികിത്സ, അനുഭവം മാത്രമേ ഉള്ളൂ. അനുഭവ സാക്ഷ്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും വെരിഫൈ ചെയ്യാനും പറ്റില്ല. അവർ പറഞ്ഞു, അതുകൊണ്ട് ചെയ്യുന്നു. നിങ്ങളുടെ കാരണവരോട് ചോദിക്കാനാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഈ ഇരുന്ന് സംസാരിച്ച ആള് അത് പറഞ്ഞ് നിങ്ങളുടെ പൂർവികരോട് ചോദിക്കുക. അപ്പൊ പൂർവികരോട് ചോദിക്കണമെങ്കിൽ പിന്നെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റീസും ഈ റിസർച്ച് ഫെസിലിറ്റീസും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസും ഒന്നും നടത്തേണ്ട കാര്യമില്ലല്ലേ. പൂർവികന്മാർ എത്ര വയസ്സ് വരെയാണ് ജീവിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ മതി. 30-35 വയസ്സിൽ തട്ടിപ്പോണ പൂർവികരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഈ സർവൈവർ ബയാസ്, അതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൂപ്പനൊക്കെ 90 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഇനി അടുത്ത